ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. PSC നടത്തുന്ന കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ ജൂനിയർ ഇൻസ്പെക്ടർ എക്സാമിനുള്ള ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസും മുൻപ് ചെയ്തിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിസ്റ്റംസ് ഓഫ് ബാങ്കിങ്ങിനെ കുറിച്ചായിരുന്നു. ഇന്ന് പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സിനെ കുറിച്ചാണ്. ഏതൊക്കെ തരത്തിലുള്ള ബാങ്ക്സ് ആണുള്ളത്, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ബാങ്കുകളെ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ഡൊമസൈലിൻ്റെ അടിസ്ഥാനത്തിൽ, രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ. ഫങ്ഷൻസ്, ഓണർഷിപ്പ്, ഡൊമസൈൽ, രജിസ്ട്രേഷൻ, ഈ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫങ്ഷൻസിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, എക്സ്ചേഞ്ച് ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക് ആൻഡ് വേൾഡ് ബാങ്ക്. ഇത്രയുമാണ് ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, അഗ്രികൾച്ചറൽ ബാങ്ക്സ്, എക്സ്ചേഞ്ച് ബാങ്ക്സ്, സേവിങ്സ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്, വേൾഡ് ബാങ്ക്. ഓണർഷിപ്പിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഈ 3 ഓണർഷിപ്പിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഡൊമസൈലിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ബാങ്ക്സും ഫോറിൻ ബാങ്ക്സും. രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ലൈസൻസ്ഡ് ബാങ്ക്സ്, നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ലൈസൻസ്ഡ് ബാങ്ക്സ്, നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ്. അപ്പോൾ നമുക്കിനി ഓരോ ബാങ്കിനെ കുറിച്ചും പഠിക്കാം. ഫങ്ഷൻസിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. Commercial banks are those banks which carry on commercial banking operations such as acceptance of deposits from the public, repayable on demand or after a short period, and grant short-term credit mainly to trade, commerce and industry with a wide network of branches spread throughout the country. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എസെൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡിങ് മണി. പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിച്ച് പബ്ലിക്കിന് തന്നെ കടം കൊടുക്കുക. ഇത്തരത്തിലുള്ള ബാങ്ക്സ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മൾ നോർമലി കാണുന്ന ഫെഡറൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, DCB ഇവയെല്ലാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന ഗണത്തിൽ പെടുന്നതാണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് long-term financial requirements of industries. Industrial Development Bank of India, Industrial Credit and Investment Corporations of India, State Financial Corporations are examples of industrial banks. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സിൻ്റെ പ്രധാന ധർമ്മം. ഇൻഡസ്ട്രിയൽ ബാങ്ക്സിന് എക്സാമ്പിൾസ് ആണ് IDBI, ICICI, SFC അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. അഗ്രികൾച്ചറൽ ബാങ്ക്സ്. അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് agricultural credit. Agricultural farmers require both short-term as well as long-term credit. Short-term credit is needed to buy seeds, fertilizers and other agricultural inputs. അഗ്രികൾച്ചറൽ ബാങ്ക്സിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കാർഷിക വായ്പ നൽകുക എന്നുള്ളതാണ്. കർഷകർക്ക് വിത്തുകൾ, വളങ്ങൾ, മറ്റു കാർഷിക ഇൻപുട്ടുകൾ എന്നിവ വാങ്ങുന്നതിനും കൃഷിയിടങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൃഷിയിടങ്ങൾ വാങ്ങുന്നതിനും
ഷോർട്ട് ടേം ലോങ് ടേം ലോണുകൾ നൽകുക എന്നുള്ളതാണ് അഗ്രികൾച്ചറൽ ബാങ്ക്സിൻ്റെ ഉദ്ദേശം. എക്സ്ചേഞ്ച് ബാങ്ക്സ്. എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് that deal in foreign exchange and specialize in financing foreign trade. Trade between two countries is called a foreign trade. The main function of exchange bank is to facilitate conversion of one currency into another. ഫോറിൻ കറൻസിയുടെ കൺവേർഷനും അതുപോലെ ഫോറിൻ ട്രേഡ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്, അത് ഇമ്പോർട്ട് ആകാം എക്സ്പോർട്ട് ആകാം, അതിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബാങ്കുകളാണ് എക്സ്ചേഞ്ച് ബാങ്ക്സ്. സേവിംഗ് ബാങ്ക്സ്. സേവിംഗ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് പ്രൊമോട്ട് സേവിംഗ് ഹാബിറ്റ് എമംഗ് ദ പബ്ലിക്. ഡിപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് സേവിംഗ് ബാങ്ക്സിൻ്റെ ഉദ്ദേശം. പബ്ലിക്കിൻ്റെ ഇടയിൽ സേവിംഗ് ഹാബിറ്റ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സേവിംഗ് ബാങ്ക്സ് രൂപീകരിച്ചിട്ടുള്ളത്. അടുത്തത് സെൻട്രൽ ബാങ്ക്സ്. സെൻട്രൽ ബാങ്ക് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് കൺട്രോൾസ്, റെഗുലേറ്റ്സ് ആൻഡ് സൂപ്പർവൈസസ് ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് എ കൺട്രി. ഇറ്റ് ഹാസ് ദ മോണോപ്പൊളി ഓഫ് ഇഷ്യൂയിങ് നോട്ട്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബാങ്കിങ് സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ബാങ്കിങ് സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാനുള്ള അധികാരം ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്കിനുണ്ട്. സെൻട്രൽ ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് രാജ്യത്തെ എല്ലാ വിധത്തിലുമുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വേൾഡ് ബാങ്ക്. The World Bank is an international financial institution that provides loans and grants to the governments of poorer countries for the purpose of pursuing capital projects. ക്യാപിറ്റൽ പ്രോജക്റ്റുകൾക്കായി ദരിദ്ര രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് ലോൺസും ഗ്രാൻസും നൽകുന്ന ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേൾഡ് ബാങ്ക്. ഓണർഷിപ്പിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഓൾ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഓൾ ദ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഉടമസ്ഥ അവകാശവും അവയെ കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെൻറ്റാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഷെയർ വാല്യൂ 50% അതിലധികമോ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് etc. are a few examples of private sector banks in India. Private sector banks, popularly known as new generation banks or high-tech banks. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഉടമസ്ഥ അവകാശം അവയെ കൺട്രോൾ ചെയ്യുന്നതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ന്യൂ ജനറേഷൻ ബാങ്ക്സ് എന്നും ഹൈടെക് ബാങ്ക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതാത് സംസ്ഥാനങ്ങളിൽ അതാത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സിന് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ധർമ്മം. റൂറൽ ഏരിയാസിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് ഫിനാൻസിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് 2 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടൈം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും ലോങ് ടേം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും. ഷോർട്ട് ടൈം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും ലോങ് ടേം ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സും. ഡൊമസൈലിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ബാങ്ക്സ് ആണ് ഡൊമസ്റ്റിക് ബാങ്ക്സും ഫോറിൻ ബാങ്ക്സും. ഡൊമസ്റ്റിക് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് ദാറ്റ് ആർ രജിസ്റ്റേർഡ് വിത്തിൻ ദ കൺട്രി.
ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് ആ രാജ്യത്ത് തന്നെ ഹെഡ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ട് ആ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്ന ബാങ്ക്സ് ആണ് ഡൊമസ്റ്റിക് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഫോറിൻ ബാങ്ക്സ്. Foreign banks are those banks that are registered in a country and have their head office in a foreign country. ഹെഡ് ഓഫീസ് ഒരു രാജ്യത്തും എന്നാൽ അതിൻ്റെ പ്രവർത്തന മേഖല മറ്റൊരു രാജ്യത്തുമായിട്ടുള്ള ബാങ്ക്സ് ആണ് ഫോറിൻ ബാങ്ക്സ്. എക്സാമ്പിളായിട്ട് സിറ്റി ബാങ്ക്. സിറ്റി ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് USA-യിലാണ്, എന്നാൽ അതിന് ബ്രാഞ്ചസ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലുമുണ്ട്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് ആ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഡൊമസ്റ്റിക് ബാങ്ക്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രവർത്തന മേഖല മറ്റൊരു രാജ്യത്താണെങ്കിൽ ആ രാജ്യത്ത് അത് ഫോറിൻ ബാങ്ക്സ് ആണ്. അടുത്തത് രജിസ്ട്രേഷൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് whose name appears in the second schedule to the Reserve Bank of India Act 1934. RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് ഹൂസ് നെയിം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ലൈസൻസ്ഡ് ബാങ്ക്സ്. ലൈസൻസ്ഡ് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് which have been given a license from the RBI for carrying on banking business in India. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഓരോ ബാങ്കിംഗ് കമ്പനിയും ഇന്ത്യയിലെ ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് റിസർവ് ബാങ്കിൽ നിന്ന് ലൈസൻസ് നേടണം. അങ്ങനെ റിസർവ് ബാങ്കിൽ നിന്ന് ലൈസൻസ് ലഭിച്ച ബാങ്കുകളാണ് ലൈസൻസ്ഡ് ബാങ്ക്സ്. നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ്. Non-licensed banks are those banks which do not have a license from the RBI. റിസർവ് ബാങ്കിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത ബാങ്കുകളാണ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ്. അപ്പോൾ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ.